പ്രിയൻ ചേട്ടന് നീ സ്വന്തം അനീതിയെ പോലെയാന്ന് എനിക്കറിയില്ല. കുറച്ചു കഴിഞ്ഞാൽ പ്രിയൻ ചേട്ടൻ ശാന്തനായിക്കോളും. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പ്രിയൻ ചേട്ടൻ മാപ്പ് ചോദിക്കും. തൽക്കാലം നിങ്ങൾ ജോലി ചെയ്യും. വാടാ, കഴിക്കാൻ പോ. ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ല, നീ പോയി കഴിച്ചിട്ട് വാ. നീ കൊണ്ടുവന്നില്ലെങ്കിൽ എന്താ, ഞങ്ങളെല്ലാവരും കൊണ്ടുവന്നിട്ടില്ലേ? നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം. നീ വാ. വേണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? നീ പോയി കഴിക്കാൻ നോക്ക്. ദേ, നേരത്തെ നീ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കിയിട്ടാ ഞാനൊന്നും പറയാത്തത്. എന്ന് കരുതി ഞാൻ എപ്പോഴും മിണ്ടാതെ നിൽക്കുമെന്ന് നീ വിചാരിക്കരുത്. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നോ, ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എടാ, നിന്റെ പ്രശ്നം എന്താണെന്നൊക്കെ എനിക്കറിയാം. പറു, ഇങ്ങോട്ട് വാ. നീ എന്തിനാ അവളെ വിളിക്കുന്നത്? മിണ്ടാതിരിക്കും, ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ കാണുന്നില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? 2 ദിവസം മര്യാദയ്ക്ക് സംസാരിച്ചാൽ 4 ദിവസം വഴക്കായിരിക്കും. അല്ല, ഇങ്ങനെ വഴക്കൂടാനാണോ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചത്? ഇങ്ങനെ മിണ്ടാന്നിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഒന്ന് പറ. പ്രിയ, പ്രിയ, നിനക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, നന്നായി. അമ്മയാണോ കൊണ്ടുവന്നത്? അല്ല, പ്രിയന്റെ മുറപ്പെണ്ണാണെന്നാ പറഞ്ഞു. റിസപ്ഷനിലും കാത്തേക്ക്, നീ വേഗം വാ. തുളസി എപ്പോഴാ വന്നത്? ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. ഉള്ള പ്രശ്നങ്ങൾ പോരാനിട്ട് ഇപ്പൊ പുതിയ ഒരെണ്ണം കൂടി വന്നോ? നിങ്ങളൊക്കെ പ്രിയൻ ചേട്ടനെ സൂപ്പർവൈസറായിട്ട് മാത്രല്ലേ കണ്ടിട്ടുള്ളൂ. പ്രിയൻ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് കബഡി കളിക്കും, അറിയോ? പ്രിയൻ കബഡി കളിക്കോ? പിന്നില്ലേ, ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോഴെല്ലാം കബഡി മത്സരവും നടക്കും. പ്രിയൻ ചേട്ടൻ ഏത് ടീമിലാണോ ആ ടീമേ ജയിക്കൂ. ആണോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ധൃതി പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പ്രിയൻ ചേട്ടൻ ഫുഡ് എടുക്കാൻ മറന്നില്ലേ? സാരല്ല, പ്രിയൻ ചേട്ടന് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നീ ആദ്യം ഇവിടുന്ന് പോവാൻ നോക്ക്. എന്തിനാ എന്നെ വന്നപ്പോഴേക്കും ഓടിക്കാൻ നോക്കുന്ന? ഞാൻ ഈ ഫുഡ് പ്രിയൻ ചേട്ടനെ കൊണ്ട് കഴിപ്പിച്ചിട്ടേ പോവും. ഞാനേ ആ ടേബിളിൽ വെച്ച് പ്രിയൻ ചേട്ടന് ഫുഡ് കൊടുത്തോട്ടെ? നീ എന്തൊക്കെയാ ചോദിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. കുട്ടിക്കാലത്തിങ്ങനെ അധികാരത്തോടെ എന്റെ കൈ പിടിച്ച് പ്രിയൻ ചേട്ടൻ ഒരുപാട് നടന്നിട്ടുണ്ട്. ഞാനതെല്ലാം പെട്ടെന്നങ്ങ് ഓർത്തുപോയി. നിന്നോടാരാ ഇങ്ങോട്ട് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞത്? പ്രിയൻ ചേട്ടന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ എന്നോട് ആരെങ്കിലും പ്രത്യേകിച്ച് പറയണോ? ഞാൻ പ്രിയൻ ചേട്ടന്റെ മുറപ്പെണ്ണല്ലേ. ഇതൊക്കെ ചെയ്യാനുള്ള അവകാശം എനിക്കില്ലേ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് എന്നെ വെറുതെ വഴക്ക് പറയാ? എന്തുപറ്റി?